ഹലോ ഗെയ്സ്, ഈ സ്പോർട്ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. BGIS 2025 2 കോടി രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റിന്റെ സെമി ഫൈനൽസിന്റെ ഡേ 3 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. മാച്ചേഴ്സ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ ഗോൾ ലൈക്കിന്റെ ഒരു അടിപൊളി പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അഡ്മിനോ വേറെ ലെവൽ ക്ലച്ചാണ് എൻഡ് സോണിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഇൻഫോർണോ സ്കോറിനെയും ഗ്ലിച്ചെക്സിനെയും ഒറ്റയ്ക്ക് തീർത്തുകൊണ്ടാണ് അഡ്മിന ഒരു അൺബിലീവബിൾ ചിക്കൻ ഡിന്നർ ടീമിന് വേണ്ടിയിട്ട് സ്വന്തമാക്കിയത്. ഏകദേശം ഒരു 1v6 ക്ലച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ലെവലിലുള്ള ഡോമിനേഷനാണ് അഡ്മിനോൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ഗോൾ ലേക്ക് ആ ഒരു ഫസ്റ്റ് മാച്ചിൽ തന്നെ എടുത്തിട്ടുള്ളത്. ആ ഒരു മാച്ചോട് കൂടിയിട്ട് തന്നെ ഗോൾ ലേക്കിൻ്റെ ആ ഒരു ലാൻഡ് ഫൈനൽസിലേക്കുള്ള ആ ഒരു ക്വാളിഫിക്കേഷനും അവർ ഉറപ്പ് വരുത്തിയാണ്. വേറെ ലെവൽ പെർഫോമൻസ് നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് സാധിച്ചു. ആൻഡ് മാച്ച് 2-ൽ റൈഡർ സ്പോർട്സിൻ്റെ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് ആ ഒരു മിറാമറിൽ കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് ട്രോയ് തമിഴ്സിനൊക്കെ തീർത്തുകൊണ്ട് 18 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ ടീം സ്വന്തമാക്കിയത്. ഫെയിം സോളോ 10 ഫിനിഷസ് റൈഡർ സ്പോർട്സിന് വേണ്ടിയിട്ട് സ്വന്തമാക്കി. ഗോളിലേക്ക് ഇവിടെ 4 ഫിനിഷ് പോയിന്റ് അടക്കം 4 പോയിന്റാണ് സ്വന്തമാക്കിയത്. ഇവിടെയും നമുക്ക് അഡ്മിനോൻ്റെ ഒരു അടിപൊളി പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. RNTX ആ ഒരു ക്ലച്ച് എടുത്ത്, അതും എടുത്തു പറയേണ്ടത് ലാസ്റ്റ് പാന് കൊണ്ടാണ് ലാസ്റ്റ് പ്ലെയറിനെ തീർത്തത്. ഒഫീഷ്യൽ ചാമ്പ്യന്മാർക്ക് പാന് കൊണ്ട് മറുപടി എടുത്ത് അഡ്മിനോ ഒരു അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചു. ഒരു ക്ലച്ച് അവിടെ എടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് മാച്ച് 3 സാൻഹോക്കിൽ നമുക്ക് വസിഷ്ഠ സ്പോർട്സിന്റെ വക ചിക്കനിനെ കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് HHനെയും നോണെക്സിനെയും ഒക്കെ തീർത്തുകൊണ്ട് 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനിനാണ് അവർ സ്വന്തമാക്കിയത്. ആൻഡ് മാച്ച് 4 നമുക്ക് ട്രൂ റിപ്പേഴ്സിന്റെ വക ഒരു കംബാക്ക് പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് SOAനും NRI ഒക്കെ തീർത്തുകൊണ്ട് 13 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനിനാണ് ടീം സ്വന്തമാക്കിയത്. SOA 12 പോയിന്റും NRI 13 പോയിന്റും സ്വന്തമാക്കി. സോളിന് അവിടെ ഒരു പോയിന്റ് പോലും സ്വന്തമാകാനായിട്ട് സാധിച്ചില്ല. മാച്ച് 5-ൽ മാസ്റ്റർ മൈൻഡ് മാവറിക്കിന്റെ വക നമുക്ക് 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് തമിഴാസിനൊക്കെ തീർത്തുകൊണ്ടാണ് മാസ്റ്റർ മൈൻഡ് മാവറിക്ക് ആ ഒരു 22 പോയിന്റ് ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ലാസ്റ്റ് മാച്ചിൽ നമുക്ക് ഹൈദരാബാദ് ഹൈഡ്രാസിന്റെ വക ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 7 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ഹൈദരാബാദ് ഹൈഡ്രാസ് അവിടെ സ്വന്തമാക്കിയത്. ഫീനിക്സിന്റെ ഒരു കംബാക്ക് പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 20 പോയിന്റ് സ്വന്തമാക്കിയ നോണെക്സ് ഇവിടെ 12 പോയിന്റും സ്വന്തമാക്കി. അങ്ങനെ സെമി ഫൈനൽസിന്റെ ഡേ 3 അവസാനിച്ചപ്പോൾ ഗോളിലേക്ക് ആ ഒരു പോസ്റ്റ് ടേബിൾ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ 27 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് ഒരു ചിക്കൻ ഡിന്നറോടുകൂടി 90 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. അങ്ങനെ കൊൽക്കത്തയിൽ വെച്ച് നടക്കാൻ പോകുന്ന ലാൻഡ് ഫൈനൽസിലേക്ക് ടീം ക്വാളിഫൈ ആയിരിക്കുകയാണ്. തൊട്ട് പിന്നാലെ തന്നെ സെക്കൻഡ് പൊസിഷനിൽ സിൻസിനാറ്റി കിഡ് നിൽക്കുന്നുണ്ട് 88 പോയിന്റായിട്ട്. അവരും ക്വാളിഫൈ ആയി നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. തേർഡ് ദ അണ്ടർഡോഗ് ടീം റൈഡർ സ്പോർട്സ് നിൽക്കുന്നുണ്ട്. ആ ഒരു 18 ഫിനിഷ് ചിക്കൻ ഡിന്നറോടുകൂടി 75 പോയിന്റായിട്ടാണ് മൂന്നാമത്തെ സ്ഥാനത്ത് അവർ നിൽക്കുന്നത്. 8ാം സ്ഥാനത്ത് മാസ്റ്റർ മൈൻഡ് മാവറിക്ക് നിൽക്കുന്നുണ്ട് 60 പോയിന്റായിട്ട്. ഏകദേശം കട്ട് ഓഫ് ഒരു 80ന്റെ റേഞ്ച് അല്ലെങ്കിൽ 80ന് മുകളിൽ വരാനാണ് ചാൻസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കറന്റ് 2 ടീമുകളാണ് ഇപ്പോൾ ക്വാളിഫൈ ആയിട്ടുള്ളത്. ഇനി ക്വാളിഫൈ ആകാൻ പോകുന്ന ബാക്കി 6 ടീമുകളാണ്. ഏതൊക്കെയാണ് നമുക്ക് ഇന്ന് അറിയാനായിട്ട് സാധിക്കും. നമ്മളെ മേക്ക് കളിക്കുന്ന ജെനിസിസ് സ്പോർട്സിന് ഇന്നലെ വെറും 6 പോയിന്റ് മാത്രമേ എടുക്കാനായിട്ട് സാധിച്ചുള്ളൂ. അങ്ങനെ 50 പോയിന്റായിട്ട് 16ാം സ്ഥാനത്തും ലിഗ്ദ സ്പോർട്സ് 50 പോയിന്റായിട്ട് 17ാം സ്ഥാനത്തും നോണെക്സ് 49 പോയിന്റായിട്ട് 18ാം സ്ഥാനത്ത്. ഇന്ന് നല്ലൊരു കംബാക്ക് നടത്തിയെങ്കിലും അത് മതിയായില്ല. ഇന്നും കൂടിയും നല്ലൊരു പെർഫോമൻസിൻ്റെ ആവശ്യകത ഉണ്ട്. അതിൻ്റെ 20ാം സ്ഥാനത്ത് സോള് നിൽക്കുന്നുണ്ട് 48 പോയിന്റുമായിട്ട്. അപ്പോൾ ഇന്ന് ഓരോ ടീമുകൾക്കും 3 മാച്ചുകൾ വീതമുണ്ട്. ഏകദേശം 30 റേഞ്ചിൽ പോയിന്റ്സുകൾ അല്ലെങ്കിൽ 30ന് മുകളിൽ പോയിന്റ്സുകൾ ഈ ഒരു ലിഗ്ദ സ്പോർട്സും നോണെക്സും സോളും ഒക്കെ എടുക്കുകയാണെങ്കിൽ മേ ബി അവർക്ക് ക്വാളിഫിക്കേഷനുള്ള ചാൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ആരും പുറത്താവുന്നില്ല. ഇതിൽ നിന്ന് ടോപ്പ് 8 ടീമുകൾ ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവും. ബാക്കി വരുന്ന ടീമുകൾക്ക് സെക്കൻഡ് സെമി ഫൈനൽസ് കളിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അവിടെ നിന്നും ബാക്കി 8 ടീമുകൾ കൂടി ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവും. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് മാച്ചുകളാണ് ഇന്ന് നടക്കാനുള്ളത്. ഏതൊക്കെ 8 ടീമുകളാണ് ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത് നമുക്ക് ഇന്ന് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മാച്ചുകളൊന്നും മിസ് ചെയ്യാതിരിക്കുക. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് കോൺട്രവേഴ്സിയാണ്. ഒരു ബിഗ് കോൺട്രവേഴ്സിക്ക് ഇന്നലെ തുടക്കം കുറിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഹെക്ടർ വേഴ്സസ് ലെസ്ഗ്രോ വേഴ്സസ് ഗാത്തക്ക് 3 പേര് തമ്മിലൊരു വമ്പൻ കോൺട്രവേഴ്സിയാണ് നമുക്ക് ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ഹെക്ടർ ലൈവ് സ്ട്രീമിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിൻസിനാറ്റി കിഡ് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. സിൻസിനാറ്റി കിഡിന് ഇന്റർനാഷണൽ കോച്ച് ഉണ്ട്, ജ്യൂസിയൊക്കെ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ട് പ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയസ് ടോക്ക് നമുക്ക് ഹെക്ടറിന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു. ഒരു ഇന്റർനാഷണൽ കോച്ച് CK ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ലെസ്ഗ്രോ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ട്വിറ്ററിൽ ജ്യൂസിനോട് ചോദിച്ചു. ജ്യൂസി പറഞ്ഞു ഇന്റർനാഷണൽ കോച്ച് ഒന്നും ഇല്ലാന്ന്. ആ ഒരു ലെവലിൽ തന്നെ ലെസ്ഗ്രോ അത് പോസ്റ്റ് ചെയ്തു.
ജ്യൂസി ഇന്റർനാഷണൽ കോച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹെക്ടർ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ലെറ്റ്സ് ഗ്രോ അത് പോസ്റ്റ് ചെയ്തു. അതിനുശേഷം ബ്രോഡ്കാസ്റ്റിൽ നമുക്ക് ഹെക്ടറിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി കാണാനായിട്ട് സാധിച്ചു. ഞാനത് തമാശ രൂപത്തിലാണ് പറഞ്ഞത്, എന്ത് കൺസേണിലാണ് ഇത് പോസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു. പക്ഷേ ആ ഒരു പറഞ്ഞ രീതി എന്ന് പറയുന്നത് ഒരു തമാശയില്ല, ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്ന പോലെയാണ് എല്ലാവർക്കും ഫീൽ ആയത്. അത് ഹെക്ടറിന് ചെറുതായിട്ട് പാളി. പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ലെറ്റ്സ് ഗ്രോ വേഴ്സസ് ഹെക്ടറിൻ്റെ ഒരു ഈഗോ ക്ലാഷ് ആണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പിടിയും ആയി നമുക്ക് ട്വിറ്ററിൽ കാണാനായിട്ട് സാധിച്ചു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കാർണിവൽ ഗെയിമിങ്ങിലുള്ള സമയത്ത് തന്നെ നമുക്ക് ഹെക്ടർ വേഴ്സസ് ലെറ്റ്സ് ഗ്രോയുടെ ആ ഒരു ഈഗോ ക്ലാഷും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഇത്തവണ നമുക്ക് ലാസ്റ്റിലേക്ക് ആ ഒരു ഈഗോ ക്ലാഷ് കാണാനായിട്ട് സാധിച്ചു. ട്വീറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ട്വീറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ സ്പോർട്സിന് വേണ്ടി എന്താണ് ചെയ്തത്, അങ്ങനത്തെ ടോക്കുകളായിരുന്നു പിന്നീട് നമുക്ക് രണ്ടാളെ ഭാഗത്തുനിന്നും കാണാനായിട്ട് സാധിച്ചത്. ആൻഡ് ഇതിനോടൊപ്പം തന്നെ ഹെക്ടർ അല്ലാതെ ലെറ്റ്സ് ഗ്രോ ഗാത്തക് ബായുമായിട്ടും ആ ഒരു കോൺട്രവേഴ്സി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ലെറ്റ്സ് ഗ്രോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യൻ ഗെയിമായുള്ള ഇൻഡസ് ബാറ്റിൽ റോയൽ നല്ല രീതിയിലുള്ള ലേ ഓഫ് നടക്കുന്നുണ്ട്. അവർക്ക് വലിയ രീതിയിൽ അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച ലെവലിലേക്കുള്ളത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല, വർക്കേഴ്സിനൊക്കെ പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് റീപ്ലൈ ആയിട്ട് ഗാത്തക്കിൻ്റെ ഭാഗത്ത് നമുക്കൊരു മറുപടി കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡസ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഗെയിമാന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലായിരുന്നു, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ഗാത്തക്കിൻ്റെ ആ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് നമ്മൾ ലെറ്റ്സ് ഗ്രോയും ട്വീറ്റ് ചെയ്തു, ഞാനിത് പ്രതീക്ഷിച്ചതാണ്, ഗാത്തക്ക് എന്തായാലും ഇൻഡസുമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ഗാത്തക്ക് സ്റ്റോറി ഇടുള്ളൂ അല്ലെങ്കിൽ ട്വീറ്റ് ഇടുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു ലെറ്റ്സ് ഗ്രോയുടെ ആ ഒരു റീപ്ലൈ ഉണ്ടായിരുന്നത്. അതിനെതിരെ ഗാത്തക്കിൻ്റെ റീപ്ലൈ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നീ ലീക്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് അനൗൺസ്മെൻറ്റ് വീഡിയോസും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ അനൗൺസ്മെൻറ്റിന് ഇല്ലാതാക്കുന്ന ആളല്ലേ, ആ ഒരു രീതിയിൽ ലെറ്റ്സ് ഗ്രോനെയും താഴ്ത്തി കെട്ടുന്ന രീതിയിലുള്ളൊരു മറുപടി നമുക്ക് ഗാത്തക്കിൻ്റെ ഭാഗത്തു നിന്ന് കാണാനായിട്ട് സാധിച്ചു. എന്തായാലും മൊത്തത്തിൽ ലെറ്റ്സ് ഗ്രോ ഭയങ്കര ഒരു ഹൈപ്പിൽ തന്നെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ 3 പേരും ഒരു കോൺട്രവേഴ്ഷ്യൽ ടോക്സ് നമുക്ക് ഇന്നലെ ട്വീറ്റിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി നിന്നുണ്ടാവുമോ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ എന്ത് വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ, നിങ്ങൾ എപ്പോഴും കമൻറ്റായി രേഖപ്പെടുത്താൻ. അടുത്ത വീഡിയോസ് ചെയ്യുന്നവരെ ബൈ ഗൈസ്.